തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം.കെ. സ്റ്റാലിൻ തൻ്റെ ബഡ്ജറ്റ് അവതരണത്തിനോട് അനുബന്ധിച്ച് അദ്ദേഹം രൂപയുടെ സിംബലിന് മാറ്റം വരുത്തിയിരിക്കുകയാണ്. സംസ്കൃതത്തിലെ രായും ഇംഗ്ലീഷിലെ ആർ കൂടെ ചേർന്ന് വരുന്ന ഒരു സിംബലാണ്. അതിൻ്റെ മുകളിൽ പാരലലായിട്ട് 2 രേഖകളുണ്ട്. അത് സാമ്പത്തിക സമത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ തരത്തിലുള്ളൊരു സിംബൽ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വളരെയേറെ അധ്വാനമുണ്ട്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെയൊക്കെ അഭിപ്രായം സ്വാംശീകരിച്ചുകൊണ്ടും ഉള്ള ഒരു രൂപകൽപ്പനയാണിത്. ഇത് രൂപകൽപ്പന അന്തിമമായി രൂപപ്പെടുത്തിയത് തമിഴ്നാട്ടുകാരനായ ഒരു ഉദയകുമാർ ധർമ്മലിംഗം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് DMKയുടെ ഒരു ഉന്നത നേതാവുമായിരുന്നു. അപ്പോൾ DMK തന്നെ കണ്ടെത്തിയ ഒരു രൂപകൽപ്പനയാണ് ഇപ്പോഴത്തെ രൂപയുടെ സിംബൽ. അതിനെയാണ് DMK നേതാവായ സ്റ്റാലിൻ എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയുടെ പിന്നിൽ വളരെയേറെ ദുരൂഹതകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പുറത്ത് EDയുടെ അന്വേഷണം ശക്തമായി വന്നിരിക്കുകയാണ്. നമ്മുടെ കേജ്രിവാൾ അകത്തു പോയതുപോലെ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് കോടാനുകോടി രൂപയുടെ അഴിമതികൾ സ്റ്റാലിൻ നടത്തി എന്ന് ED കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു അസ്ത്രം അദ്ദേഹം തൊടുത്തുവിടുകയാണ്. അതായത് കേന്ദ്രത്തിന് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് ആണ് ഈ കേസുകളൊക്കെ എടുക്കുന്നത് എന്ന് സ്റ്റാലിന് വാദിക്കാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രം ആയിരിക്കണം. ഏതായാലും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ രൂപയുടെ ഈ സിംബൽ അത് അന്തർദേശീയ തലത്തിൽ ഇന്ത്യൻ്റെ രൂപയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിലെ കീബോർഡുകളിലും ഈ രൂപയുടെ സിംബലായിട്ട് ഈ R എന്നുള്ളതാണ്. അതിനെ എന്തിനു മാറ്റുന്നു? അത് മാറ്റിയത് തമിഴിലെ രു എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പോൾ തമിഴിൽ ഈ രു എന്ന അക്ഷരം കൊണ്ട് അന്തർദേശീയ തലത്തിൽ ഇന്ത്യ മുഴുവൻ രൂപയുടെ സിംബലായ ഒരു സിംബലിനെ മാറ്റിമറിക്കാൻ സാധിക്കുമോ? അതിന് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വരുന്ന വളരെ പ്രയാസകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ തരുണത്തിൽ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംസ്കൃത ഭാഷയോടുള്ള ഒരു വൈരാഗ്യം അതാദ്യമേ തന്നെ ഭാരതത്തിൽ ആവിഷ്കരിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യക്ക് ഒരു പൊതുഭാഷ വേണം എന്ന അഭിപ്രായം വന്നപ്പോൾ സംസ്കൃതമാണ് ഒന്നാമതായി പരിഗണിക്കപ്പെട്ടത്, രണ്ടാമത് ഹിന്ദിയുമാണ്. അപ്പോൾ നെഹ്റുവാണ് സംസ്കൃതം ഒരു കാരണവശാലും പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിന്നത്. അവസാനം സംസ്കൃത ലിപിയും ഹിന്ദി ഭാഷ അക്ഷരങ്ങളും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഭാഷ, അത് ഹിന്ദിയാണ് ദേശീയ ഭാഷ, പക്ഷേ ലിപി സംസ്കൃതത്തിൻ്റേതാണ്. അങ്ങനെയാണ് ഈ ഹിന്ദി ഭാഷ സംസ്കൃത ലിപികളിൽ എഴുതുന്നൊരു സിസ്റ്റം നമുക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഗുജറാത്തിലെ ഹിന്ദി എഴുതുന്നത്, അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഈ ഭാഷ എഴുതുന്നത് വ്യത്യസ്ത രീതികളിലാണ്. പക്ഷേ സംസ്കൃത ലിപി ഉള്ളതുകൊണ്ട് ഇന്ന് ഈ ഇന്ത്യയുടെ പൊതുഭാഷ എന്നുള്ള ഒരു നിലവാരം സംസ്കൃത ലിപിയിലുള്ള ഹിന്ദി ഭാഷയ്ക്കാണ്. ആ സംസ്കൃത ലിപിയുടെ രായും ഇംഗ്ലീഷിൻ്റെ ഒരു അന്തർദേശീയ ഭാഷ എന്നുള്ള നിലയിൽ ഇംഗ്ലീഷിൻ്റെ ആറും ചേർന്നതാണ് ഇപ്പോഴത്തെ സിംബൽ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു നിയമം തന്നെയുണ്ട്. 1950 പ്രിവെൻഷൻ ഓഫ് എംബ്ലംസ് ആൻഡ് നെയിംസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടുണ്ട്. അതായത് സിംബലുകൾ അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഉള്ള സിംബലിനെ ദുരുപയോഗം ചെയ്യുകയല്ല, ആ സിംബലിനെ മാറ്റിമറിച്ചുകൊണ്ട് വളരെ കോമണായിട്ട് വന്ന ഒരു സിംബലിനെ
ഈ തകിടം മറിക്കാനുള്ള ശ്രമമാണ് സ്റ്റാലിൻ നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് നമുക്കറിയാം, സ്റ്റാലിൻ കുറേ കാലമായിട്ട് തമിഴ്നാടിനെ ഭാരതത്തിൽ നിന്നും അടർത്തിയെടുത്തൊരു സ്വതന്ത്ര രാഷ്ട്രമാക്കിക്കൊണ്ട് തനിക്ക് അതിൻ്റെ പ്രധാനമന്ത്രിയായി വിലസാനുള്ള ഒരു ശ്രമമാണ് ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഈ കേസുകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏതായാലും സ്റ്റാലിൻ്റെ ഈ ഒരു ഭൂതി നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഇന്ന് ഭാരതം ഒന്ന് എന്നുള്ള ആ അഖണ്ഡ ഭാരതം എന്ന മഹത്തായ സങ്കല്പം ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാലിനെ പോലെയുള്ള ഒരാൾ ഇത്രയൊക്കെ കിടന്ന് ശ്രമിച്ചിട്ടൊരു രക്ഷയുമില്ല. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾ മൊത്തം സ്റ്റാലിൻ്റെ കൂടെ അല്ലല്ലോ. അപ്പോൾ തമിഴിനെ ബഹുമാനിക്കണം, ആദരിക്കണം, അതിൻ്റെ സമ്പത്തിനെ ഉൾക്കൊള്ളണം, അതിൻ്റെ പ്രാചീന സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അതിനുള്ള മാർഗം ഇതല്ല. ആ തമിഴ് പ്രേമം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേശത്തിൻ്റെ ഉത്ഗ്രഥനത്തിന് വേണ്ടി ഒരു ദേശീയ ഭാഷ വേണം എന്നുള്ള ആ ഒരു തത്വത്തെ എതിർക്കുക അത് ശരിയല്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 343 ആർട്ടിക്കിൾ അനുസരിച്ച് ദേവനാഗര ലിപിയിലുള്ള ലിപി എഴുതുന്ന ഹിന്ദിയെ നമ്മുടെ ദേശീയ ഭാഷയായി അംഗീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് തുടരേണ്ടത്. അത് ദേശീയ ഉത്ഗ്രഥനത്തിനൊരു പ്രശ്നവുമില്ല. നമ്മളിപ്പോൾ വിദേശത്ത് എവിടെ ചെന്നാലും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം ആൾക്കാരുണ്ട്, എന്നാൽ മലയാളികളാണ് കൂടുതലും. പക്ഷേ ആ മലയാളികൾ പറയുന്നത്, നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ ഹിന്ദി അറിയാമെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അവിടെയുള്ള ഗൾഫിൽ രാജ്യങ്ങളിലുള്ള അവിടുത്തെ നാട്ടുകാർക്ക് ഈ ഹിന്ദി അറിയാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ബംഗാളികളും മറ്റുള്ളവരും ധാരാളമായി വന്നതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം ഇപ്പോൾ ഹിന്ദി അറിയാം. അങ്ങനെ ഹിന്ദി ഒരു പൊതുഭാഷയായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനെതിരെ ഒരു ശ്രമമാണ് സ്റ്റാലിൻ നടത്തുന്നത്. അതൊരിക്കലും വിജയിക്കില്ല.